നമസ്കാരം, ഞാൻ വിജയൻ വലിയപുരയിൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പാർട്ട് 50 ആയി ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ഹൈഡ്രോപോണിക്സ് പരിഷ്കരിച്ച് ലളിതമാക്കിയത് എന്ന ടൈറ്റിലോട് കൂടി. ഈ ഹൈഡ്രോപോണിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ വലിയ ടെക്നോളജിയും സങ്കീർണവുമായ സംഭവമാണ്, വലിയ തോതിൽ വൈദ്യുതിയൊക്കെ വേണം, നമ്മളെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല എന്നൊരു തോന്നൽ മിക്കവർക്കും വരും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കരുതിയ അത്ര വ്യൂവേഴ്സ് ആ വീഡിയോയിലുണ്ടായില്ല. അതുകൊണ്ട് ആ സിസ്റ്റം സ്വന്തമായി മറ്റാരുടെയും കാര്യമായ സഹായമില്ലാതെ, പ്ലംബറെയും ഇലക്ട്രീഷ്യനെയും ഒന്നും വിളിക്കാതെ സ്വന്തമായി ഉണ്ടാക്കി അതിൻ്റെ എല്ലാ ഘട്ടങ്ങളും വീഡിയോ ചെയ്താലോ എന്നൊരു തോന്നൽ. ഏതായാലും അതുപോലെ തന്നെ അത് നടപ്പാക്കി. ഇതാണ് നിങ്ങൾ ഈ കാണുന്ന ഹൈഡ്രോപോണിക്സ് സിസ്റ്റം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇത് സ്വന്തമായി വീട്ടിലുള്ളവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യപ്പെടും. നിങ്ങൾക്ക് ഒരു സംശയവും ബാക്കി വെക്കാത്ത തരത്തിൽ സിസ്റ്റത്തിൻ്റെ എല്ലാ വശങ്ങളും സ്പർശിച്ചുകൊണ്ട് ലളിതമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങാം. പാർട്ട് 50 വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് കരുതട്ടെ. പ്രാഥമികമായി പറയാം, ഈ സിസ്റ്റത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടായിരിക്കണമെന്നത്. ഇവിടെ ടെറസിലുണ്ടായിരുന്ന തിരുനന സിസ്റ്റത്തിൽ മധ്യഭാഗത്തുള്ള 3 പൈപ്പുകൾ നീക്കം ചെയ്താണ് ഹൈഡ്രോപോണിക്സിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 3.5 മീറ്റർ × 4 മീറ്റർ വിസ്തീർണമുണ്ട് ഈ വേക്കൻ്റായ സ്ഥലത്തിന്. ഇവിടെ 3 മീറ്റർ നീളമുള്ള 6 ഇഞ്ച് പാത്തികൾ സ്റ്റാൻഡിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശം. 8 ഇഞ്ച് പാത്തികൾ ഇവിടെ കിട്ടാനില്ല. കിട്ടുമെങ്കിൽ അതായിരുന്നു നല്ലത്. 3 മീറ്റർ നീളമുള്ളതും 5 മീറ്റർ നീളമുള്ളതുമായ 2 തരം നീളത്തിലുള്ള പാത്തികളാണ് കമ്പനികൾ ഇറക്കുന്നത്. എനിക്കിവിടെ വെക്കാൻ പറ്റിയത് 3 മീറ്ററിൻ്റെ പാത്തികളാണ്. പാത്തികൾ നമ്മൾ മുറിച്ച് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. മുറിച്ചാൽ അഗ്രഭാഗം കൃത്യമായി വാട്ടർ പ്രൂഫ് ചെയ്യാൻ ബുദ്ധിമുട്ടേണ്ടി വരും. അതുപോലെ സ്ക്വയർ പാത്തികൾ വേണം ഉപയോഗിക്കാൻ. ചരിഞ്ഞും മറിഞ്ഞും പോകാതെ കൃത്യമായി നിർത്താൻ ഇവയാണ് നല്ലത്. 3 മീറ്റർ വീതം നീളമുള്ള 6 ഇഞ്ച് സ്ക്വയർ പാത്തികളാണ് നിങ്ങളിവിടെ കാണുന്നത്. പാത്തികളുടെ രണ്ടറ്റത്തും എൻഡ് ക്യാപ്പ് ഫിക്സ് ചെയ്യണം. പാത്തിയിൽ വെള്ളം ഉണ്ടായിരിക്കുമ്പോൾ ലീക്ക് ഉണ്ടാകാത്ത തരത്തിൽ വേണം ഫിക്സ് ചെയ്യാൻ. ഇതെങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് എൻഡ് ക്യാപ്പ്. ഇത് പാത്തിയിൽ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായി ഇതിൻ്റെ മധ്യത്തിൽ താഴെയായി 3/4 ഇഞ്ച് പൈപ്പ് ഫിക്സ് ചെയ്യാനുള്ള ദ്വാരമിടണം. 3/4 ഇഞ്ച് പൈപ്പുകളാണ് നമ്മൾ ഈ സിസ്റ്റത്തിൽ മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ദ്വാരമിടുന്നതിന് നമുക്ക് ഡ്രില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. തിരുനന കൃഷിയിൽ PVC പൈപ്പിന് ദ്വാരമിട്ടതുപോലെ ഒരു 3/4 ഇഞ്ച് സ്റ്റീൽ പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ദ്വാരമിടാവുന്നതേ ഉള്ളൂ. സ്റ്റീൽ പൈപ്പ് കട്ടി കുറഞ്ഞതായിരിക്കാൻ ശ്രദ്ധിക്കണം. കട്ടി കൂടിയാൽ പെട്ടെന്ന് ദ്വാരമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഗ്യാസ് സ്റ്റൗവിലോ മെഴുകുതിരിയോ കത്തിച്ച് വെച്ച് നമുക്ക് ഈ സ്റ്റീൽ പൈപ്പിൻ്റെ അറ്റം ചൂടാക്കാം. നന്നായി ചൂടാക്കിയ ശേഷം ഇതുപോലെ വെച്ച് താഴേക്ക് ശക്തിയായി അമർത്തിയാൽ കൃത്യമായി വൃത്താകൃതിയിൽ ദ്വാരമുണ്ടാകും. ദ്വാരമുണ്ടാകേണ്ട സ്ഥലം മാർക്ക് ചെയ്ത് വൃത്താകൃതിയിൽ പൈപ്പ് വെച്ച് മുൻകൂട്ടി വരച്ചു വെക്കുന്നത് നല്ലതാണ്. അടിവശത്ത് നിന്ന് കുറച്ച് മേലെയായിട്ടാണ്, ഒരു 1.5 സെൻറ്റിമീറ്റർ മേലെയായിട്ടാണ് ദ്വാരം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ മാത്രമേ പൈപ്പ് ഘടിപ്പിക്കാൻ ആവശ്യമായ 3/4 ഇഞ്ച് FTA ത്രെഡ് അഡാപ്റ്റർ നമുക്ക് ഈ ദ്വാരത്തിൽ ഫിക്സ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് 3/4 ഇഞ്ച് FTA ആണ്. എൻഡ് ക്യാപ്പ് പാത്തിയിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി ഇരുവശത്തും സ്ക്രൂ ചെയ്യണം. ഇതിനാവശ്യമായ ദ്വാരം എൻഡ് ക്യാപ്പിൽ ഉണ്ടായിരിക്കും, പക്ഷേ പാത്തിയിൽ നമ്മൾ ദ്വാരം ഉണ്ടാക്കേണ്ടി വരും. എൻഡ് ക്യാപ്പ് കൃത്യമായി അമർത്തി വെച്ച് ഒരു കമ്പി ചൂടാക്കി ഇതുപോലെ എൻഡ് ക്യാപ്പിൻ്റെ ദ്വാരത്തിലൂടെ കുത്തിയാൽ മതി പാത്തിയിൽ ദ്വാരമുണ്ടാകാൻ. സൈക്കിൾ സ്ക്രൂ വെച്ചാണ് ഈ ഭാഗത്ത് എൻഡ് ക്യാപ്പ് ഫിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ക്രൂ ചെയ്യുന്നതിന് മുമ്പ് ഈ എൻഡ് ക്യാപ്പിൻ്റെ ഉൾവശത്തെ ഗ്രൂവിലുള്ള പൊടിയും മറ്റും തുടച്ച് നീക്കണം. എന്നാൽ മാത്രമേ ക്യാപ്പ് കൃത്യമായി അടുത്ത് സെറ്റാവുകയുള്ളൂ. ഇനി സൈക്കിൾ സ്ക്രൂ ഉപയോഗിച്ച് എൻഡ് ക്യാപ്പിനെ പാത്തിയുമായിട്ട് ബന്ധിപ്പിക്കാം. ഇനി ഈ വശവും നമുക്ക് സ്ക്രൂ ചെയ്യാം.
ഇനി ഇത് ശരിക്കും വാട്ടർ പ്രൂഫ് ചെയ്യാൻ ഈ കാണുന്ന ജോയിൻറ്റുകളിൽ എംസീൽ ഉപയോഗിച്ച് അടക്കണം. അത് നമുക്ക് ഈ FTA ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം. നമ്മൾ ഈ അഡാപ്റ്ററിന് MTA എന്നാണ് പറയുക. ഈ അഡാപ്റ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ത്രെഡുള്ള ഭാഗത്ത് എൻഡ് ക്യാപ്പുമായി ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നന്നായി വൈറ്റ് സീലിംഗ് ടേപ്പ് ചുറ്റണം. പാത്തിയുടെ ഉൾവശത്ത് വെക്കുന്ന ഈ അഡാപ്റ്ററിന് FTA എന്ന് പറയും. പുറത്ത് നിന്ന് MTA ഈ അഡാപ്റ്ററിലേക്ക് തിരിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. FTA MTA ഫിറ്റ് ചെയ്താൽ എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് തൽക്കാലം ഒന്ന് നോക്കാം. ഈ ഒരു സെറ്റിന് 15 രൂപയിൽ താഴെ വില വരുന്നുള്ളൂ. നമുക്കിനി ടെറസിലേക്ക് പോകാം. മഴമറ നിർമ്മിക്കുമ്പോൾ ബാക്കി വന്ന 1 ഇഞ്ച് സ്ക്വയർ പൈപ്പുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവ വെൽഡ് ചെയ്ത് സ്റ്റാൻഡാക്കി മാറ്റുകയാണ് ഉദ്ദേശം. അതുകൊണ്ട് വെൽഡിങ്ങിന് വരുന്ന ചാർജ് മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഈ ബാക്കി വന്ന പൈപ്പ് കഷ്ണങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഇത്തരം സ്റ്റീൽ സ്റ്റാൻഡുകളൊന്നും നമ്മുടെ സിസ്റ്റത്തിന് അത്യാവശ്യമല്ല. ഇഷ്ടികയോ കല്ലോ വെച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആക്രിക്കടയിൽ പോയാൽ പഴയ സ്റ്റീൽ അലമാരകളുടെ ആംഗിളുകളും മറ്റും കിട്ടും. അവ ഉപയോഗിച്ചും സ്റ്റാൻഡ് ഉണ്ടാക്കാം. എങ്ങനെ സ്റ്റാൻഡ് ഉണ്ടാക്കിയാലും പാത്തികൾ ഒരേ ഉയരത്തിൽ വരുന്ന തരത്തിലായിരിക്കണം. ചെടിക്ക് വെള്ളം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക്, അതായത് നമ്മൾ മോട്ടോർ താഴ്ത്തി വെക്കാൻ ഉപയോഗിക്കുന്ന ടാങ്ക് പാത്തികളുടെ നിരപ്പിൽ നിന്നും താഴെയായിരിക്കണം. അതിനനുസരിച്ചുള്ള ഉയരം ഉണ്ടായാൽ മതി ഈ സ്റ്റാൻഡിന്. ഈ സ്റ്റാൻഡുകൾ വെൽഡ് ചെയ്തുണ്ടാക്കുന്ന ജോലി മാത്രമേ ഞാൻ ആളെ വെച്ച് ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്വന്തമായി ചെയ്യുകയാണ് ഉണ്ടായത്. 6 സ്റ്റാൻഡുകളാണ് വെൽഡ് ചെയ്തുണ്ടാക്കുന്നത്. ഓരോ സ്റ്റാൻഡിൻ്റെയും ബേസിന് 60 സെൻറ്റിമീറ്റർ നീളവും പാത്തി വെക്കുന്ന മുകൾ ഭാഗത്തിന് 80 സെൻറ്റിമീറ്റർ നീളവുമാണ് ഉള്ളത്. 1 മീറ്റർ ഉയരത്തിലുള്ളതാണ് സ്റ്റാൻഡ്. 3 സ്റ്റാൻഡുകൾ നിരത്തി വെച്ച് അതിൽ 2 പാത്തികൾ ഇരുവശങ്ങളിലായി വെക്കാനാണ് പ്ലാൻ. 2 പാത്തികൾ തമ്മിൽ 1/2 മീറ്റർ ഗ്യാപ്പ് ഉണ്ടാകും. അങ്ങനെയുള്ള 2 സെറ്റുകളുടെ ഇടയിൽ നടക്കാൻ വേണ്ടി, നമുക്ക് ചെടികളൊക്കെ നോക്കാൻ വേണ്ടി ഒരു 75 സെൻറ്റിമീറ്റർ ഗ്യാപ്പ്. ടെറസിൻ്റെ തറ നിരപ്പല്ല. അതുകൊണ്ട് ചുരുങ്ങിയത് സ്റ്റാൻഡ് നിൽക്കുന്ന ഭാഗമെങ്കിലും നിരപ്പാക്കി വാട്ടർ ലെവൽ ചെയ്തേ പറ്റും. എല്ലാ പാത്തികളും ഒരേ ഉയരത്തിൽ തന്നെയായിരിക്കണം. ഒരു 5 കിലോ സിമെൻറ്റും അതിനനുസരിച്ചുള്ള പൂഴിയും വാങ്ങി. സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാം, ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാത്തിക്ക് 3 മീറ്റർ ആണല്ലോ നീളം. അപ്പോൾ പാത്തിയുടെ ഒരറ്റത്ത് നിന്ന് 1/2 മീറ്റർ വിട്ട് ഒരു സ്റ്റാൻഡ്, 1 മീറ്റർ വിട്ട് അടുത്ത സ്റ്റാൻഡ്, വീണ്ടും 1 മീറ്റർ വിട്ട് മൂന്നാമത്തെ സ്റ്റാൻഡ്, അങ്ങനെ വെക്കാവുന്ന തരത്തിലാണ് നിലത്ത് സ്റ്റാൻഡ് നിൽക്കുന്ന ഭാഗം പ്ലാസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടാങ്ക്. 120 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ടാങ്കിന് 80 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. നമ്മളുടെ സ്റ്റാൻഡുകൾ 1 മീറ്റർ ഉയരത്തിലായതുകൊണ്ട് ഈ ടാങ്ക് അതിന് താഴെയായി സെറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സിമെൻറ്റും പൂഴിയും 1:3 എന്ന അനുപാതത്തിൽ എടുത്താണ് സ്റ്റാൻഡ് നിൽക്കുന്ന ഭാഗം പ്ലാസ്റ്റർ ചെയ്ത് ലെവലാക്കുന്നത്. പ്ലാസ്റ്റർ ഒന്ന് സെറ്റായ ശേഷം നമുക്ക് ബാക്കി പണികൾ തുടരാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഫോണിൽ ലഭിക്കും. ഓക്കെ.